ഇന്ന് കേരളം മുഴുവൻ കണ്ണീരോടെ ഒരു വാർത്ത കേട്ടു നിൽക്കുകയാണ്. ഒരു അമ്മയുടെയും അച്ഛൻ്റെയും സ്വപ്നങ്ങൾ ഇല്ലാതായിരിക്കുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് ഇന്ന് നമ്മുടെ കൂടെയില്ല. വെറും ഒരു മരണമല്ലിത്, മറിച്ച് ഒരു വിദ്യാർത്ഥിയെ നമ്മുടെ വ്യവസ്ഥിതികൾ ചേർന്ന് കൊലപ്പെടുത്തിയതാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ അനീതിക്കെതിരെ പ്രതിഷേധിക്കാൻ നാളെ കേരളം നിശ്ചലമാകുകയാണ്. നിതിൻ രാജിന് നീതി തേടി നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വിവിധ സംഘടനകൾ. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്തിന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു? ഏപ്രിൽ 10-നായിരുന്നു ആ ദാരുണ സംഭവം. കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും നിതിൻ വീഴുകയായിരുന്നു. ദിവസങ്ങളോളം മരണത്തോട് മല്ലിട്ട് ഒടുവിൽ വിധിക്ക് കീഴടങ്ങി. അവൻ താഴേക്ക് വീണതല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ കുറ്റകരമായ മൗനം അവനെ തള്ളിയിട്ടതാണോ? ആ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് കേട്ടാൽ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. നിതിൻ സഹിച്ചിരുന്നത് നിസ്സാരമായ മാനസിക സമ്മർദ്ദങ്ങളല്ല. ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ സ്വന്തം അധ്യാപകർ തന്നെ അവനെ ക്രൂരമായി പരിഹസിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പുഴുത്ത പട്ടി എന്ന് പോലും ഒരു വിദ്യാർത്ഥിയെ അധ്യാപകർ വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽ നിന്നും പഠിച്ചുയരാൻ ശ്രമിച്ച ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്തുകയായിരുന്നു അവർ ചെയ്തത്. ഈ അധ്യാപകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ക്രൂരമായ വശം കൂടി ഈ കഥയിലുണ്ട്. ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ഭീഷണി. വെറും 15,000 രൂപയ്ക്ക് വേണ്ടി ആ കുട്ടിയെ മാനസികമായി തകർക്കാൻ ഈ മാഫിയ ശ്രമിച്ചു. മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ലോൺ ആപ്പുകാർ കോളേജിലേക്ക് വിളിക്കുകയും പ്രിൻസിപ്പൽ നിതിനെ വിളിച്ച് ശകാരിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട പിന്തുണയ്ക്ക് പകരം അവനെ ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. നഷ്ടപ്പെട്ടവർ പോയല്ലോ, പിന്നെ എന്തിനു വേണ്ടിയാണ് ഹർത്താൽ? ഈ ഹർത്താലിലൂടെ നാളെ ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്തിനു വേണ്ടി കഷ്ടത അനുഭവിക്കണം എന്ന ചോദ്യത്തിന് ഒരു മറുപടി മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു നിതിൻ രാജ് ഉണ്ടാകരുത്. കോളേജുകളിലെ ജാതി വിവേചനവും ഇത്തരം ലോൺ മാഫിയകളുടെ വിളയാട്ടവും അവസാനിപ്പിക്കണം. ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉയരേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ ഭാഗമായാണ് നാളെ കേരളത്തിൽ ഹർത്താൽ ആചരിക്കുന്നത്. ആ മാതാപിതാക്കളുടെ കണ്ണീരിന് മറുപടി പറയാൻ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് കഴിയട്ടെ. നിതിൻ രാജിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നീതി നടപ്പാകും വരെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഇനിയൊരു വിദ്യാർത്ഥിക്കും കോളേജുകളിൽ ഇത്തരമൊരു ദാരുണ അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. നിതിൻ രാജിൻ്റെ കുടുംബത്തിന് സമാധാനമുണ്ടാകട്ടെ.